പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയെ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളായവരോട് രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധനാമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമുള്ളവരേ തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനോട് അപേക്ഷിക്കണമേ. ആമീൻ. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. പിതാവാ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനായ മാതാവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ അപേക്ഷ നീ അവിടുന്ന് കേൾക്കുമാറാകണമേ. പരിശുദ്ധ റൂഹായുടെ മണവാട്ടിയായ മാതാവേ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കാവൽക്കാരനായിരുന്ന നീതിമാനായ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ ഈ പിതാവായ യോയാക്കീം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ മാതാവായ ഹന്ന അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്നെപ്പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല, നിന്നെപ്പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. ഭാഗ്യവതിയായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. ജീവമന്ന സൂക്ഷിക്കപ്പെട്ട സ്വർണ്ണ ചെപ്പായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹസ്കിയേൽ കണ്ട രഥമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീകളുടെ നിന്നയെ നീക്കിക്കളഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജാതിരാജാവ് വസിച്ച രഹസ്യ കൊട്ടാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അവിടുന്ന് നിന്റെ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളും സാക്ഷാൽ മുന്തിരിയെ പുറപ്പെടുവിച്ച തോട്ടകമായ മാതാവേ, ക്രൂബേന്മാരുടെ രഥത്തേക്കാൾ ഔന്നത്യമുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഐശ്വര്യങ്ങളുടെ സ്പർണാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്നിൽ നിന്ന് ഉദിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുമാറാകണമേ. ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ, നിന്റെ മാതാവിൻ്റെ ഓർമ്മ ഞങ്ങൾക്ക് വാഴ്വിനായി തീരണമേ. അവളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയായി തീരണമേ. നിന്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെ സകല വാങ്ങിപ്പോവുകയും നിന്റെ വലതുഭാഗത്ത് നിന്റെ മഹത്വത്തെ കാണുകയും നിന്റെ മാതാവിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ നിന്റെ പിതാവിനോടും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വകുലശുഭാലവൽമീൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് സ്തുതി. അഭിവന്യ കൂറിലോസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ ദൈവജനമേ, എല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. തിയോ മിനിസ്ട്രിയുടെ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഭാഗഭാക്കാകാൻ ഏഴയായി എനിക്കും തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ നടത്തിപ്പിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എനിക്കിങ്ങനെ ഒരവസരം തന്ന എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു.
നാം 50 ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമേറിയ ഉത്ഥാന പെരുന്നാൾ ആഘോഷിച്ചു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. കുരിശിൽ മരിച്ച് നമുക്ക് യാഗമായവൻ തൻ്റെ ഉത്ഥാനത്തിൽ കൂടെ ആ യാഗത്തെ മഹത്വീകരിക്കുമ്പോഴാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 15 പറയുന്നത് പോലെ, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ ചേരും എന്ന വലിയ പ്രത്യാശയാണ് നമുക്ക് കർത്താവിൻ്റെ ഉത്ഥാനം മൂലം ലഭിക്കുന്നത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അങ്ങനെ നാം പുനർജീവിക്കപ്പെട്ട് സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും എന്ന പ്രത്യാശ എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ്. ഇന്ന് ആമുഖമായി നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ എന്താണ്? നമ്മുടെ ഈ ലോക നേട്ടങ്ങൾ, സമ്പത്ത്, മക്കളുടെ ഉന്നമനം, നല്ല ജോലി, കൂട്ടുകാർ, പ്രശസ്തി, ഇതൊക്കെ മാത്രമാണോ? ഈ ലോകത്തിൽ ഇതെല്ലാം നല്ലതാണ്. എന്നാൽ അത് നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല, ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. അതോടൊപ്പം ഇതെല്ലാം നശ്വരമാണ്. ഇന്ന് നമ്മെ വിളിച്ചാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ നമ്മുടെ പ്രത്യാശ അനശ്വരമായതിൽ, ജീവനുള്ള ദൈവത്തിൽ വയ്ക്കുക. ഈ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 1 അധ്യായം 13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമുക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ തുടങ്ങുന്നത് ആകയാൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ മുൻപേ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. 1 പത്രോസ് 1:3 മുതൽ 7 വരെയുള്ള ഭാഗത്ത് അത് കാണാം. അതിൻ്റെ സാരാംശം ഇതാണ്: നാം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പുനരുത്ഥാനത്താൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നമുക്കൊരു പുതിയ വീണ്ടും ജനനം നൽകി ഒരു പുതിയ പ്രത്യാശ തന്നിരിക്കുന്നു. അതോടൊപ്പം വിശ്വാസത്താൽ നമുക്ക് വേണ്ടി ദൈവശക്തിയിൽ കാക്കപ്പെടുന്നതും ഒരിക്കലും നശിച്ചു പോകാത്ത ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നമുക്ക് കിട്ടുന്ന രക്ഷയ്ക്ക് വേണ്ടിയാണ്. അന്ന് ദൈവത്തിൻ്റെ പ്രശംസ, തേജസ്, മഹത്വം ഇതെല്ലാം നമുക്ക് ലഭിക്കും. എത്ര വലിയ ഭാഗ്യാവസ്ഥയാണത്! അതിനായി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി വാഞ്ചയോടെ അതിനായി ഒരുങ്ങുക. പഴയ നിയമത്തിലെ പരിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും ഈ വിശ്വാസം തന്നെയായിരുന്നു. 1 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. കാഹളധ്വനിയോടും ഗംഭീരനാദത്തോടും തൻ്റെ സകല തേജസ്സോടും കൂടെ വരുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി പരിശുദ്ധന്മാരായ പ്രവാചകന്മാരും സ്വർഗത്തിലെ ദൂതന്മാരും വാഞ്ചിക്കുന്നു എന്ന് പറയുന്നു. പുതിയ നിയമത്തിലും വിശുദ്ധ പത്രോസ് പറയുന്നത് ഇതുതന്നെയാണ്. ഈ ലോക ജീവിതത്തിൽ പലവിധമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. ഇപ്പോൾ തന്നെ കൊറോണ എന്ന മഹാമാരി മൂലം ലോകം മുഴുവൻ കഷ്ടപ്പെടുകയല്ലേ. എല്ലാവർക്കും ഒരു ഭീതിയാണ്. എന്നാൽ നമ്മുടെ മനസ്സ് ഇതൊന്നും കണ്ട് പതറിപ്പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മളെ ചേർക്കാൻ വീണ്ടും വരുന്ന കർത്താവിലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്തുക. അതിനായി നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ രണ്ടായി തിരിക്കാം: ജാഗ്രതയുള്ള മനസ്സും ശാന്തമായതും. ജാഗ്രതയുള്ള മനസ്സ് ഉത്സാഹത്തോടെ പലതും ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പോൾ പല ചിന്തകളിലേക്ക് പോകും. എന്നാൽ ആ ചിന്തകളെല്ലാം വിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യാശയുമായി മനസ്സിനെ യോജിപ്പിക്കുക. എഫേസർ 4:22 പറയുന്നത് പോലെ ചതിമോഹങ്ങളാൽ വഷളായി
നശിച്ചുപോയി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് ശാന്തമായ ഒരു മനസ്സ് കിട്ടും, ശാന്തമായി ചിന്തിക്കാൻ കഴിയും, നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വയ്ക്കാൻ സാധിക്കും, നാം വിശുദ്ധിയുള്ളവരാകും. അതിനുവേണ്ടിയാണ് കർത്താവ് ഉത്ഥാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ടത്. കർത്താവിനോട് കൂടിയുള്ള ഒരു പുതിയ രീതിയിലുള്ള ജീവിതത്തിൽ കൂടെ ലഭിക്കുന്ന സ്വഭാവത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതിനായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. ഒന്നാമതായി നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലും അപ്പോൾ നാം അനുഭവിക്കാൻ പോകുന്ന രക്ഷയിലും നിത്യതയുടെ അവകാശത്തിലും ആയിരിക്കണം. രണ്ടാമതായി നമ്മുടെ മനസ്സിനെ ആ പ്രത്യാശയിലേക്ക് തിരിക്കുക. അതിനായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ തേജസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുക. അതെങ്ങനെ സാധിക്കും? വചനം മൂലം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താം. വചനം വായിക്കുക, പഠിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ രൂപാന്തരമുണ്ടാകും. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വർണ്ണിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുമ്പിൽ നൽകിയിടുന്നെൻ. എൻ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവേ നീ വന്നേരമെൻ കണ്ണീര് വേഗം ആനന്ദമായി. ആത്മാവേ നീ വന്നേരമെൻ കണ്ണീര് വേഗം ആനന്ദമായി. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. സ്നേഹനാഥ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എൻ്റെതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയയായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ.
ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷനാമം വാഴ്ത്തി പാടാം. ആ പദമലറിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം. എൻ മനസ്സിൽ നീ നാൾ വാഴേണം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. വെളിപാട് പുസ്തകം 21 അധ്യായം 6 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും നാം ഇതുതന്നെ വായിക്കുന്നു. 44 അധ്യായം 6 വാക്യം. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. സമയത്തിനും കാലത്തിനും അതീതനാണ് ദൈവം. 2 പത്രോസ് 3 അധ്യായം 8-9 വാക്യങ്ങളിൽ പത്രോശ്ലീഹ പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്, എ പെർഫെക്റ്റ് ടൈമിംഗ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പെട്ടെന്ന് ലഭിക്കാതിരിക്കുമ്പോൾ നാം അക്ഷമരാകുന്നു. നമ്മുടെ പദ്ധതിയും സമയവും അല്ല ദൈവത്തിൻ്റെ പദ്ധതിയും സമയവുമെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു. ഞാനിന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കാനായി എടുത്ത വിഷയം തിരുവചനത്തിലെ 2 വ്യക്തികളുടെ വ്യത്യസ്തമായ അഥവാ വൈരുദ്ധ്യം ഉള്ള സ്വഭാവത്തെക്കുറിച്ചാണ്. ഒന്ന്, നമ്മുടെ അക്ഷമ കൊണ്ട് നാം പെട്ടെന്ന് ഒരു നിശ്ചയം എടുത്തിട്ട് ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ച് ദൈവത്തിന് അപ്രീതി ഉണ്ടാക്കുന്നു. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്ന് സമയമാകുമ്പോൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തിന് പ്രീതി ഉളവാക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കഥാപുരുഷൻ അഹ്റോൻ. പുറപ്പാട് പുസ്തകം 32 അധ്യായം 1 വാക്യം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടുന്നതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തീരുക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ മിസ്രയീം ദേശത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. 3-ാം മാസത്തിൽ അവർ സീനായ് മരുഭൂമിയിൽ എത്തിച്ചേർന്നു. അവിടെ പാളയമടിച്ചു. യഹോവയുടെ ആജ്ഞപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്തരവാദിത്വം അഹ്റോനെ ഏൽപ്പിച്ചിട്ട് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി യഹോവയുടെ തേജസ്സും സീനായ് പർവ്വതത്തിൽ ആവസിച്ചു. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. 24 അധ്യായം 18 വാക്യം. മോശ പോയിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും യഹൂദജനം വളരെ അക്ഷമരായി തീർന്നു. മോശ തിരികെ വരാനുള്ള ഈ താമസം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യഹോവയ്ക്ക് യഹൂദജനത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവർ അനുഷ്ഠിക്കേണ്ട ന്യായപ്രമാണങ്ങളും കൽപ്പനകളും 2 കൽപ്പലകളിൽ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയുണ്ടാക്കി മോശയെ ഏൽപ്പിക്കുകയായിരുന്നു ദൈവം. അക്ഷമരായ ജനം അഹ്റോനോട്, ഞങ്ങൾക്കൊരു ദൈവത്തെ തരിക എന്ന് പറയുന്നു. ഞങ്ങളെ കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഈ 3 മാസത്തെ മരുഭൂയാത്രയിൽ ഭക്ഷിക്കാൻ മന്നായും കുടിക്കാൻ പാറജലവും നൽകി അവരെ കാത്തു പരിപാലിച്ച യഹോവയെ അവർ മറന്നു. അപ്പോസ്തലനായ പൗലോസ് ഇതേ സ്വഭാവം ഗലാത്യരിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ?
നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? യഹൂദജനത്തിൻ്റെ ശാഠ്യത്തിന് മുന്നിൽ അഹ്റോന് വഴങ്ങാതിരിക്കാമായിരുന്നു. അവരുടെ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ മോശ പോയിരിക്കുന്നത്. മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും അഹ്റോൻ മെനക്കെട്ടില്ല. സ്ത്രീജനങ്ങളുടെ പൊൻകുണുക്കുകളെ ശേഖരിച്ച് ഉരുക്കി കൊത്തുളി കൊണ്ടൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നുവെന്ന് പറഞ്ഞു. അഹ്റോൻ അത് കേട്ടാറെ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. 32-ാം അധ്യായം 5-ാം വാക്യം. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 28-ാം വാക്യത്തിലും ഇതുപോലെ തന്നെ ഒരു പ്രഖ്യാപനം നാം കാണുന്നു. യെരോബെയാം രാജാവ് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ജനം യെരുശലേമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു, ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം. ഇത് യെരോബെയാമിന് പാപമായി തീർന്നു. പിറ്റേന്നാൾ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് ജനം ഭക്ഷിച്ചും കുടിച്ചും നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട യഹോവയുടെ കോപം ജ്വലിച്ചു. എൻ്റെ കോപം മൂലം ഞാൻ അവരെ ദഹിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട് ജനത്തിനു വേണ്ടി മധ്യസ്ഥത നടത്തുന്നു. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തത്തെ ഓർമ്മിപ്പിക്കുന്നു. അവരോട് ക്ഷമിക്കുവാൻ യഹോവയോട് യാചിക്കുന്നു. യഹോവയുടെ കോപം ശമിച്ചു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ട് മോശയുടെ കോപം ജ്വലിച്ചു. യഹോവ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ അവൻ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. മോശയുടെ കോപം കണ്ട അഹ്റോൻ ഇവിടെ സ്വയം ന്യായീകരിക്കുകയാണ്. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞപ്പോൾ അവരുടെ പൊന്ന് കൊണ്ടുവന്ന് തീയിലിട്ട് ഈ കാളക്കുട്ടി പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവിടെ അഹ്റോൻ കള്ളവും കൂടി പറയുന്നതായി നാം കാണുന്നു. അവൻ കൊത്തുളി കൊണ്ട് വാർത്തുണ്ടാക്കിയതായിരുന്നു ആ കാളക്കുട്ടി. നാമും അഹ്റോനെ പോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്താൽ അത് ന്യായീകരിക്കാൻ നോക്കും, അല്ലെങ്കിൽ കുറ്റം വേറെ ആരുടെയെങ്കിലും മേൽ ഇടാൻ നോക്കും. ഏദൻ തോട്ടം മുതൽ അത് നാം കണ്ടുവരുന്നു. ആദാം ഹവയുടെ മേൽ, ഹവ പാമ്പിൻ്റെ മേൽ. There is a beautiful quotation of Henry Smith. A sin is 2 sins, then it is defended. മോശ യഹോവയുടെ മധ്യസ്ഥത നടത്തിയത് മൂലം അഹ്റോനോട് ദൈവം ക്ഷമിച്ചു. അവന് ശിക്ഷ നൽകിയതും ഇല്ല. പക്ഷേ അന്ന് 3000 പേരെ കൊന്നൊടുക്കിയതായി നാം കാണുന്നു. ക്ഷമയില്ലാതെ യഹൂദജനത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അഹ്റോൻ്റെ സ്വഭാവം നാം ഇവിടെ കണ്ടു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ദൈവഹിതത്തിനായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ ഉദാഹരണം, എസ്തേർ. അതിനു മുൻപ് നമുക്ക് കോപം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെക്കുറിച്ച് മോശയുടെ സ്വഭാവത്തിൽ നിന്നും ഒന്ന് വിശകലനം ചെയ്യാം. മോശ ഒരു മുൻകോപിയായിരുന്നു എന്ന് നാം കാണുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 37-8 വാക്യം, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. സദൃശവാക്യങ്ങൾ 14-29 ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ വഴിപിഴിച്ച കോലാഹലം കണ്ട മോശ യഹോവ നൽകിയ ന്യായപ്രമാണങ്ങളുടെ കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചു കളയുന്നു. മിസ്രൈമിൽ വെച്ചും കോപം വന്നിട്ട് ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്ത സംഭവം നമുക്കറിയാം. അതുമൂലം ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവന് ഓടിപ്പോകേണ്ടി വന്നു. വീണ്ടും സീൻ മരുഭൂമിയിൽ ജനത്തിൻ്റെ കലഹം കണ്ടിട്ട് കോപിച്ച് പാറമേൽ 2 തവണ അടിച്ച് വെള്ളം പുറപ്പെടുവിച്ചു. പാറയോട് വടിനീട്ടി സംസാരിക്കാനാണ് യഹോവ അവനോട് പറഞ്ഞത്. യഹോവയെ അവൻ ശുദ്ധീകരിച്ചതുമില്ല. ഈ സംഭവം മൂലമാണ് മോശയ്ക്കും അഹ്റോനും കനാൻ ദേശത്തിലേക്കുള്ള പ്രവേശനം യഹോവ നിഷേധിച്ചത്. കോപത്തെയും ക്രോധത്തെയും നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖ ഉപദേശിക്കുന്നു. 4-ാം അധ്യായം 26-ാം വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നമുക്ക് എസ്തേറിൻ്റെ വിഷയത്തിലേക്ക് വരാം. എസ്തേർ ഒരു യഹൂദ കന്യകയായിരുന്നു. പ്രവാസിയായി ശൂശൻ രാജധാനിയിൽ കഴിഞ്ഞിരുന്ന
മൊർദെഖായി എന്ന യഹൂദൻ്റെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു അവൾ. അവൾക്ക് അമ്മയപ്പന്മാർ ഇല്ലാതിരുന്നതിനാൽ മൊർദെഖായി അവളെ എടുത്തു വളർത്തി. അക്കാലത്ത് രാജാവിന് ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാനായി സൗന്ദര്യമുള്ള യുവതികളെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവൾ സുന്ദരിയും സുമുഖിയുമായിരുന്നു. യഹൂദ വംശജയാണെന്നുള്ള വിവരം അവൾ ആരെയും അറിയിച്ചില്ല. രാജാവിന് എസ്തേറിനെ വളരെ ഇഷ്ടപ്പെട്ടു. അവളെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു. ഹാമാൻ രാജസന്നിധിയിൽ ഉന്നതസ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവനെ രാജഭൃത്യന്മാർ നമസ്കരിച്ചിരുന്നു. എന്നാൽ മൊർദെഖായി അതിന് വിസമ്മതിച്ചു. ഹാമാന് മൊർദെഖായിയോട് വളരെ ദേഷ്യമുണ്ടായി. യഹൂദന്മാരെ നശിപ്പിക്കാൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. അവൻ രാജാവിനോട്, നമ്മുടെ രാജ്യത്തൊക്കെ ചിതറിക്കിടക്കുന്ന കുറേ ആളുകൾ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല എന്ന ആരോപണം ചാർത്തി രാജാവിൽ നിന്നും അവരെ എല്ലാം കൊല്ലുവാനുള്ള ഒരു കൽപ്പന എഴുതി വാങ്ങിച്ചു. അതിൻ്റെ കോപ്പി അവന് എല്ലാ സംസ്ഥാനങ്ങളിലും അയച്ചു കൊടുത്തു. യഹൂദന്മാരെ കൊല്ലുവാനുള്ള ഒരു തീയതി നിശ്ചയിച്ചു. ഇതെറിഞ്ഞ മൊർദെഖായി രട്ടെടുത്ത് നിലവിളിച്ചു. എസ്തേർ രാജ്ഞിയെ വിവരം അറിയിച്ചു. പക്ഷേ രാജ്ഞിക്ക് രാജാവ് വിളിക്കാതെ രാജസന്നിധിയിൽ ചേരാനുള്ള അവകാശമില്ലായിരുന്നു. അങ്ങനെ പോയാൽ മരണം തന്നെ നേരിടേണ്ടി വരും. മൊർദെഖായി വീണ്ടും അവളോട്, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എസ്തേർ ഉടനെ രാജസന്നിധിയിൽ പോയില്ല. അവൾ എല്ലാ യഹൂദന്മാരോടും 3 ദിവസം രാവും പകലും ഉപവസിക്കാൻ കൽപ്പിച്ചു. അവളും അവളുടെ ബാല്യക്കാരികളും 3 ദിവസം ഉപവസിച്ചു. അതിനുശേഷം അവൾ രാജസന്നിധിയിൽ പോയി. രാജാവ് അവളെ വിളിച്ചു. അവൾ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തു. യഹൂദന്മാരെ കൊല്ലാതിരിക്കാനുള്ള കൽപ്പനയും പുറപ്പെടുവിച്ചു. ഇവിടെ നാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാണുന്നു. ദൈവഹിതത്തിനായി കാത്തിരുന്ന് ഉപവസിച്ച എസ്തേറിൻ്റെ അപേക്ഷ ദൈവം കൈക്കൊണ്ടു. രാജാവിൻ്റെ മനസ്സിൽ അവളോട് കരുണയുണർത്തി. യഹൂദജനത്തെ രക്ഷിക്കുവാൻ ഇടയായി. എസ്തേറിനെ രാജ്ഞിയാക്കി ഉയർത്തിയത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ പരിപാലനം എസ്തേറിൻ്റെ ജീവിതത്തിലും യഹൂദന്മാരുടെ വിടുതലിലും നാം ഉടനീളം കാണുന്നു. എന്നാൽ ദൈവം എന്ന വാക്ക് ഒരു തവണ പോലും ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ എഴുത്തുകാരനും ആരെന്നുള്ളത് നിശ്ചയമില്ല. ഈ 2 പേരുടെയും ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ദൈവം സകലവും അറിയുന്നവനാണ്. ഹീ ഈസ് ഒംനിപൊട്ടൻറ്റ്, ഒംനിപ്രസൻറ്റ് ആൻഡ് ഒംനീഷ്യൻറ്റ്. അവന് ഓരോന്നിനും ഓരോ സമയവും കാലവും ഉണ്ട്. നമ്മുടെ ദൗത്യം പ്രതീക്ഷയോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടും ദൈവഹിതത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 27 സങ്കീർത്തനം 14 വാക്യം, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അഹറോൻ പ്രതിസന്ധികളെ ഒഴിവാക്കാൻ എളുപ്പവഴി നോക്കി യഹൂദജനത്തിൻ്റെ വഴിപിഴച്ച ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. ദൈവകോപത്തിൻ്റെ പാത്രമായി 3000 പേരുടെ ജീവൻ അവിടെ എടുക്കപ്പെട്ടു. എസ്തേർ ആകട്ടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരുന്നിട്ട് പ്രത്യാശയോടെ രാജാവിനെ സമീപിക്കുന്നു. ദൈവത്തിന് പ്രീതി വിളവായി, യഹൂദന്മാരുടെ രക്ഷയ്ക്കും കാരണമായി. തിരുവചനത്തിൽ ദൈവകൃപയ്ക്കായി കാത്തിരിക്കുന്നവരുടെ ധാരാളം ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. അബ്രഹാം ഒരു കുഞ്ഞിനു വേണ്ടി 100 വയസ്സ് വരെ കാത്തിരുന്നു. യാക്കോബിന് റാഹേലിനെ ലഭിക്കുവാൻ 14 വർഷം കാത്തിരിക്കേണ്ടി വന്നു. യൗസേപ്പും കാരാഗൃഹത്തിൽ തൻ്റെ വിടുതലിനായി കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകർ പോലും പലപ്പോഴും ഭീതിയാൽ നിരാശപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19 അധ്യായം 4 വാക്യത്തിൽ ഏലിയാവ് മരിക്കാൻ ഇച്ഛിച്ച് പറയുന്നു, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. യിരെമ്യാ പ്രവാചകൻ വിലപിക്കുന്നു. 20 അധ്യായം 14 വാക്യം, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. 71 സങ്കീർത്തനം 13 വാക്യത്തിൽ ആസാഫ് പറയുന്നു, എന്നാൽ ഞാൻ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. പക്ഷേ ഇവരൊക്കെ നൈമിഷികമായി വിലപിക്കുന്നുവെങ്കിലും യഹോവയിൽ പൂർണ്ണ വിശ്വസ്തത അർപ്പിച്ചവരായിരുന്നു. ഇയ്യോബ് എന്തെല്ലാം കഷ്ടതകളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടും
അവൻ ദൈവവിശ്വാസം വിടാതെ ജീവിച്ചു. അവൻ പറയുന്നു, യോബിൻ്റെ ബുക്ക് 42 അധ്യായം 5 വാക്യം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ തനിക്ക് 30 വയസ്സ് ആകുമ്പോഴാണ് എന്ന് നാം കാണുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമില്ല. അപ്പോഴൊക്കെ അഹ്റോനെ പോലെ എളുപ്പവഴി നോക്കാതെ, ദൈവകോപത്തിന് ഇടവരുത്താതെ, എസ്തേറിനെ പോലെ ക്ഷമയോടെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. എണ്ണ നിറഞ്ഞ വിളക്കോടെ മണവാളനെ കാത്തിരുന്ന 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ നിർദ്ദേശം കാത്തിരിക്കുക. അല്ലാതെ എണ്ണ കരുതാതെ ഇരുന്ന 5 ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ പുറന്തള്ളപ്പെടാൻ ഇടയാവാതിരിക്കുക. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള മാറ്റമില്ലാത്ത വാഗ്ദാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യോശുവ 1 അധ്യായം 5 വാക്യം. ശാശ്വതമായ ഒരു പാറ നമുക്ക് യഹോവയം യാഹിൽ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിൽ ആശ്രയം വെച്ച് ദൈവഹിതമറിഞ്ഞ് ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കാരുണ്യവാനും കരുണാസമ്പന്നമായ ദൈവമേ, ഒരു തവണ കൂടി നിൻ്റെ സന്നിധിയിൽ വരുവാനും നിന്നെ ധ്യാനിപ്പാനും തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. നാഥാ, കൊറോണയുടെ ഈ 2ാം വരവിൽ അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കുന്നു. അനേകർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടുന്നു. ആ ഭവനങ്ങളിൽ നീ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. നാഥാ, നീ അല്ലാതെ ആരുണ്ട് സഹായിക്കാൻ? കരുണയുടെ വാതിൽ തുറക്കണമേ. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ, ആരോഗ്യ പ്രവർത്തകരെ നിൻ്റെ കയ്യിൽ തരുന്നു. അവർക്ക് വേണ്ട താങ്ങൽ കൊടുക്കണമേ. ഈ മഹാമാരി മൂലം അനേകർ ജോലിയില്ലാതെ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നു. അവരെ നിൻ്റെ കയ്യിൽ തരുന്നു. നീ ആശ്വസിപ്പിക്കണമേ. ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയ മാതിരി ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു. നാഥാ, നീ രക്ഷകനും വീണ്ടെടുപ്പുകാരും ദീർഘക്ഷമയും മഹാദയാലുവും വിശ്വസ്തനും സ്നേഹവാഹകനും കരുണ്യവാഹകനും ആകുന്നു. ആയതുകൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, കരുണ ചെയ്യണമേ. ദാവീദിൻ്റെ കൂടെ ചേർന്ന് നിന്നെ നമുക്കും കരുണ യാചിക്കാം. ലോകത്തിലുള്ള വിവിധ ക്രിസ്ത്യ സഭകളെ നിൻ്റെ കയ്യിൽ തരുന്നു. അവർ പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലും കഴിയണമേ. തിരുമേനിമാരെയും അച്ഛന്മാരെയും തയ്യാറാപ്പട്ടക്കാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും മോണസ്ട്രിയിൽ കഴിയുന്നവരെയും നിൻ്റെ കയ്യിൽ തരുന്നു. അവരുടെ എല്ലാ പ്രവൃത്തികളെയും നീ കാത്തുകൊള്ളണമേ. മലങ്കര സഭയെ നിൻ്റെ കയ്യിൽ തരുന്നു. വർഷങ്ങളായുള്ള കലങ്ങൾ ശമിച്ച് സഭയിൽ ഒരു ശാശ്വത സമാധാനം കൈവരിക്കണമേ. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും ആനന്ദമാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനി നിൻ്റെ കയ്യിൽ തരുന്നു. എല്ലാത്തിനും വൈദ്യനായുള്ളവയെ ബാവ തിരുമേനിക്ക് ആയുസ് ആരോഗ്യം കൊടുത്ത് ഈ സഭയെ മുന്നോട്ട് നയിക്കണമേ. ബോംബെ ഭദ്രാസനത്തിനെ നിൻ്റെ കയ്യിൽ തരുന്നു. അതിനെ നയിക്കുന്ന കൂർലോസ് തിരുമേനി നിൻ്റെ കയ്യിൽ തരുന്നു. കൂടുതൽ സഭയിൽ ഉയരുവാനും ആത്മീയമായി വളരുവാനും നിൻ്റെ ദാസനെ യോഗ്യനാക്കണമേ. ഭദ്രാസനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഇടവയെ നയിക്കുന്ന അച്ഛന്മാരെയും അതിലെ വിശ്വാസികളെ നിൻ്റെ കയ്യിൽ തരുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാവരെയും അബ്രാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോവിൻ്റെയും മടിയിൽ നിന്ന് ഇരുത്തി പാർക്കുവാണമേ. ആരോഗ്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവസ്നേഹത്തിൽ ജീവിക്കുമാറാകണമേ. അതുപോലെ തന്നെ നാഥാ, ദൈവ മിനിസ്ട്രി അതിൽ പ്രവർത്തിക്കുന്നവരെ നിൻ്റെ കയ്യിൽ തരുന്നു. ഇതിൽ കൂടുതൽ നിന്നെ അറിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഏതെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാവങ്ങളെ പൊറുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.